ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ CUT എക്സാമിന്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ എല്ലാവരും കണ്ടു. ഈ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഈ ഒരു CUT എക്സാം വഴി നമുക്ക് ആർക്കൊക്കെയാണ് ഇതിന്റെ ഒരു പ്രയോജനം വരുന്നത്, അല്ലെങ്കിൽ എക്സാം ഷെഡ്യൂളിംഗ് എങ്ങനെയാണ്, അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്കുകൾ എങ്ങനെയാണ്, അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ ഒരു CUT എക്സാം വഴി അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള സബ്ജക്റ്റ് മാത്രം ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. +2 സിലബസിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഈ ഒരു എക്സാമിന് വരിക എന്നുള്ളത് അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഇനി യൂണിവേഴ്സിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ CUT എഴുതാൻ +2 പാസ്സായാൽ മതി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ചില യൂണിവേഴ്സിറ്റികൾ +2 മാർക്കിന്റെ സ്പെസിഫിക്കേഷൻ ക്രൈറ്റീരിയ, അതായത് ഒരു 50% അല്ലെങ്കിൽ ഒരു 60% മാർക്കൊക്കെ ആവശ്യപ്പെടാറുണ്ട്. അത് ഓരോ വർഷം ഓരോ യൂണിവേഴ്സിറ്റിയും അത് മാറ്റിക്കൊണ്ടേയിരിക്കാറുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഈ ഒരു എക്സാം ആപ്ലിക്കേഷൻ ടൈമിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്, ഇതിന് എങ്ങനെയൊക്കെയാണ് ആപ്ലിക്കേഷൻ വരുന്നത്, എത്രയൊക്കെയാണ് ഫീസ് സ്ട്രക്ചറുകൾ വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു CUT എക്സാമിന് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യണമെങ്കിൽ ഇൻസൈറ്റ് 360 ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് സിംഗിൾ ക്ലിക്കിൽ അതിനകത്ത് എക്സാം പോർട്ടലുണ്ട്, ടെക്നിക്കൽ എക്സാം പോർട്ട്സ് ഉണ്ട്, അതിനകത്ത് കയറി കഴിഞ്ഞാൽ സിംഗിൾ ക്ലിക്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുമ്പോൾ പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് പ്രോപ്പർ അല്ലാതെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ലിംഗ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ നിങ്ങൾ അതിന് ക്വാളിഫൈഡ് ആവില്ല. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഇൻസൈറ്റ് 360യുടെ മെൻറ്റേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾ എടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് ആപ്പ് ത്രൂ നിങ്ങൾ ഈ ഒരു എക്സാമിന് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുമ്പോൾ ഇൻസൈറ്റ് 360 മെൻറ്റേഴ്സ് നിങ്ങളുടെ ഓൺലൈൻ സർവീസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു എക്സാമിന് ആപ്ലിക്കേഷനിൽ നമുക്ക് ജനറൽ കാറ്റഗറീസ് ആണെന്നുണ്ടെങ്കിൽ 1000 രൂപയാണ് ഇതിൻ്റെ ഒരു എക്സാം ഫീ വരുന്നത്. അതുപോലെ നമുക്ക് 400 രൂപ ഓരോ ഈച്ച് പേഴ്സണും നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും, ജനറൽ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ. ഇനി OBC കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ, EWS കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 900 രൂപയാണ് എക്സാം ഫീ. ഈച്ച് പേപ്പറിന്, അതായത് നമ്മൾ പറഞ്ഞു നമുക്ക് 5 പേപ്പർ വരെ എഴുതാം. അപ്പോൾ ഈ ഓരോ പേപ്പറും നമ്മൾ എഴുതുന്നതിന് 375 റുപ്പീസ് നമ്മൾ അടയ്ക്കണം. ഈ SC ST അല്ലെങ്കിൽ PWD അല്ലെങ്കിൽ തേർഡ് ജെൻഡർ കാറ്റഗറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 800 രൂപയാണ് എക്സാം ഫീ വരുന്നത്. ഈച്ച് പേപ്പറിന് 350 വെച്ചിട്ട് എക്സ്ട്രാ പേ ചെയ്യണം. ഈ ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ 4500 രൂപയാണ് എക്സാം ഫീ. ഈച്ച് പേപ്പറിന് 1800 വെച്ചിട്ട് അവർ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് എക്സാമിൻ്റെ ഫീ ഷെഡ്യൂൾസ് വരുന്നത്. ഈ ഒരു എക്സാം ഷെഡ്യൂൾ സാധാരണയായിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ മിക്കവാറും ഒരു ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസങ്ങളിലാണ്. മാർച്ച് ഫസ്റ്റ് വീക്കോട് സെക്കൻഡ് വീക്കോട് കൂടിയാണ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരിക. നിങ്ങൾക്ക് ഇൻസൈറ്റ് 360 വഴി ഡയറക്റ്റ് സിംഗിൾ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ എക്സാം തീയതി വരുന്നത് നോർമലി മെയ് മാസങ്ങളാണ്. മെയ് മാസം ഒരു 20 മുതൽ ജൂൺ 10-15 പരീക്ഷകളെല്ലാം തന്നെ അവസാനിക്കും. ഇതിൻ്റെ ഡേറ്റുകളെല്ലാം നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ച് നിങ്ങളെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് വഴി നിങ്ങൾ ഇൻഫർമേഷൻ വരും. നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിനകത്ത് ആപ്പിൽ വരുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ജൂൺ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ജൂലൈ 15 ആയിട്ടാണ് നോർമലി കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഈ വർഷം 2025 വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ പറയുന്നത് നെക്സ്റ്റ് ഇയറിലേക്കുള്ള കാര്യമാണ്, അതായത് ഈ വർഷം ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ജൂലൈ 31 ആകുമ്പോഴേക്കും നമുക്ക് CUT റിസൾട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കോളേജുകളിൽ അപ്ലിക്കേഷൻ ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കാനും പറ്റും. ഇനി ഇതിൻ്റെ ഒരു കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോ കോളേജിൻ്റെയും കട്ട് ഓഫ് മാർക്ക് എല്ലാ വർഷവും വ്യത്യസ്തപ്പെടാറുണ്ട്. കട്ട് ഓഫ് മാർക്ക് എന്നതിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇല്ല. പക്ഷേ നിങ്ങൾ പരമാവധി മാർക്ക് നേടാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതൊരു മെയിൻ കാര്യം തന്നെയാണ്. വിദ്യാർത്ഥികൾ നേടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പെർസെൻറ്റേജിൻ്റെയും അല്ലെങ്കിൽ കണക്കാക്കിയാണ് ഈ കോളേജുകളെല്ലാം തന്നെ കട്ട് ഓഫ് മാർക്ക് സെലക്ട് ചെയ്യുന്നത്. എന്താണ് ഒരു ഗുഡ് സ്കോർ ഓഫ് കട്ട് ഓഫ് മാർക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗുഡ് സ്കോർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേശീയ തലത്തിൽ നടക്കുന്ന ഈ CUT UG പരീക്ഷയിൽ ഒരു വിദ്യാർത്ഥി നേടുന്ന സ്കോർ അവർക്ക് ഏറ്റവും മികച്ചതും മത്സരം കൂടുതലുള്ളതുമായ യൂണിവേഴ്സിറ്റികളിൽ, അതായത് ഇപ്പോൾ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലെയുള്ളവയിൽ പ്രവേശനം നേടുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. CUTയിലെ നല്ല സ്കോർ എന്നത് യൂണിവേഴ്സിറ്റി കോഴ്സ് അല്ലെങ്കിൽ കട്ട് ഓഫ് നിലവാരം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ആപേക്ഷിക അളവാണ്. അപ്പം സ്കോർ ഓഫ് ഡിറ്റർമിനേഷൻ മെത്തേഡ്, അതായത് ഇതിൻ്റെ സ്കോർ എങ്ങനെയാണ് നമ്മൾ നിർണ്ണയിക്കുന്ന രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, CUTയിലെ വിദ്യാർത്ഥിയുടെ പ്രകടനം വിലയിരുത്തുന്നത് പ്രധാനമായിട്ടും റോ സ്കോർ, അതായത് റോ സ്കോറും അതുപോലെ തന്നെ പെർസെൻറ്റേജൽ സ്കോർ എന്നിവ ഉപയോഗിച്ചിട്ടാണ്. എന്താണ് ഈ റോ സ്കോർ? അതായത് ഒരു വിദ്യാർത്ഥിക്ക് ശരിയായിട്ട് ഉത്തരങ്ങൾ